ഹലോ, ഇവിടെ വന്ന് കുത്തിയിരിക്കാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതെടുത്ത് വെച്ച് അരി പൊടിക്കണമില്ല ഇത്. മാമി എടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്. പാത്രം കഴുകി വെക്കണ്ടേ? കഴുകണം. അടുക്കളയിൽ തുണി കിടപ്പുണ്ട്, അതെടുത്ത് കഴുകി വെക്കണ്ടേ? അലക്കണം. മാസം 4-ാം തീയതി ശമ്പളം വാങ്ങിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ചിരിച്ചോണ്ടിങ്ങനെ കൈ നീട്ടി നിൽക്കുമല്ല, അതിന് ഒരു കുറച്ചിലുമില്ല. പോയി ജോലി. ഓ ആഹാ, എത്രയെന്ന് പറഞ്ഞു മനുഷ്യ ഇങ്ങനെ സംസാരിക്കും? അല്ല, ഇതാരുടെ വീട്? മാമിയുടെ വീട്. നീ ഇവിടെ താരി? മാമിയുടെ വേലക്കാരൻ കമ്പ്. ഇതൊക്കെ ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ? അത് തന്നെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഒന്നാമത് ഞാൻ ഒരു ജോലിക്കള്ളനാണ്. ഇങ്ങനെ ചോദിച്ചാലും ഒരു ഇംപ്രസ് വരണ്ടേ എനിക്ക് ജോലി ചെയ്യാൻ? നീ ജോലിക്കള്ളനാന്ന് അറിയാവുന്നോണ്ട് തന്നെയാണ് ഞാൻ ഇല്ലേ വടക്കേലെ ചാനിനോട് ഇങ്ങോട്ട് പണിക്ക് വരാൻ വേണ്ടി പറഞ്ഞേക്കണത്. മാമിയുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. ഞാൻ പോയി തെക്കേലെ റൂം അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ആയിട്ട് സെറ്റപ്പ് ആയിട്ട് വരട്ടെ. എന്ത് കാര്യത്തിന്? അടുക്കളക്കാരി വന്നോർന്നെ കിടക്കണ്ടേ അവക്ക്? അവളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ കെട്ടുകട പറക്കി ഇവിടെ ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാം. ആഹാ, പഴയതൊക്കെ അങ്ങ് മാമി മറന്നല്ലേ? ഒരു ഉത്രാടത്തിന്റെ അന്ന് തൊഴുത്തുള്ളൊരു ഞെരക്കം. ഞാൻ ചെന്ന് നോക്കിയപ്പോ ചാണകം ഏത് മാമി ഏതെന്ന് അറിഞ്ഞൂടാതെ ഞാൻ 2 കൈ കൊണ്ട് വാരി എടുത്തപ്പോ 2 കണ്ണിരുന്ന് മിനുങ്ങണ്. ഞാൻ കൊണ്ടോടി ആശുപത്രിയില്. അവിടെ ചെന്നപ്പോ ഡോക്ടർ എന്താന്നറിയാ പറഞ്ഞത്? ചാണകത്തിൽ മുക്കിയ ചേന എനിക്ക് വേണ്ട. അവസാനം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് എന്റെ മാമിയാണെന്ന്. ആ ഡോക്ടർ എന്ത് പറഞ്ഞെന്നറിയാ? മിസ്റ്റർ, 1 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളെ മാമി ഡ്രിമ്മ് അല്ല, നിങ്ങളെ മാമി ഡിമ്മ് തട്ടിപ്പോയെന്ന്. ഇങ്ങനെ ഇട്ട് അയ്യോ പപ്പ, നീ പിണങ്ങി പോണേടാ. ഞാൻ ഈ 1 നിമിഷം ഇവിടെ നിൽക്കൂല മാമി. ഞാൻ 1 നിമിഷം ഈ വിട്ടി നിൽക്കൂലെന്ന്. ആര് പിണങ്ങി പോണ്? അടുക്കളയിൽ 3 മുട്ട പുഴുങ്ങായിട്ടേക്കണം. പിന്നെ നിങ്ങൾ വന്ന് തിന്ന് തീർക്കുമോ? മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ലേ? മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ല മാമി. മുട്ടയിൽ മഞ്ഞക്കരുവാണ് ഉള്ളത്. ഞാൻ തിന്നുമ്പോ കാണിച്ചു ഒരു സാധനം കുടുംബത്തെ മേടിച്ചു വെക്കാൻ പറ്റില്ല. എല്ലാം തിന്നു മുടിപ്പിച്ചോളൂ. പിന്നെ ഈ വീട്ടിൽ ആര് തിന്നായിരിക്കണ്? ഭർത്താവില്ല, അച്ഛനില്ല, അമ്മയില്ല. 3 പേരും കൂടെ അങ്ങ് മൺട്രോത്തുരുത്തി പോയില്ലേ? മൺട്രോത്തുരുത്താ? അയ്യോ, മൺമറഞ്ഞു പോയില്ലേ അവര് 3 പേരും കൂടെ? പിന്നെ ഒരു ചെറുക്കനുള്ളത്. അവൻ 10ാമത്തെ വയസ്സിൽ എങ്ങാണ്ടാ നാട് വിട്ടുപോയി. ഇനി അതൊക്കെ എവിടെ വരായി? അല്ല മാമി, മാമിയുടെ മോനെ നമുക്ക് വിളിച്ചു വരുത്തണ്ടേ എങ്ങനെയെങ്കിലും? ഞാൻ കണ്ടുപിടിച്ചു തരും. എന്റെ ഉണ്ണി തിന്നണ്ട ഉണ്ണിയാടാ നീ തിന്നണത്. അതിനും കണക്ക്. എന്റെ കുഞ്ഞുണ്ണി ഇല്ലായിരുന്നപ്പോ ഞാൻ എന്റെ മോനെ ഇങ്ങനെ കാല് നീട്ടിയിരുന്ന് കാലേക്ക് എടുത്തിട്ട് പാട്ട് പാടി കൊടുക്കും. 1-ാം തരം ബലൂൺ തരാം, ഒരു നല്ല പീപ്പി തരാം. എത്ര പാട്ട് പാടി കൊടുക്കണേ. ഇത് കൊറേ കൊട്ടൻ ചുക്കാതിയിലും കുഴമ്പിലും എണ്ണയിലെ തീരുള്ളൂ. മാമിയുടെ മോൻ തായ്ലാന്റിലുണ്ടെന്നൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ അറിഞ്ഞു നീ? ആദ്യം ഞാൻ തായ്ലാന്റ് കണ്ടിട്ടില്ല. അത്ര ഞാൻ പോയി മാമിയുടെ മോനെ കൊണ്ടുവരട്ടാ. ഒരു 50,000 താ മാമി. അയ്യോ, എന്റെ കാശൊന്നുമില്ല. ഒരു 20,000 താ മാമി. നിനക്ക് 10 പൈസ ഞാൻ തരൂല. താ മാമി. തായ്ലാന്റിലോട്ടാ? അല്ല, നീ അവിടെ പോയി പണിയെടുക്കാൻ നോക്ക്. ഒരു 1000 രൂപയെങ്കിലും താ മാമി. 5 പൈസ എന്റെ കയ്യിൽ നിന്ന് ചെറുക്കനെ ഇല്ലാത്ത സാധനം എത്ര രൂപ വെച്ചാലും തരൂല. ഊട്ടിക്കെട്ടി വെച്ചേക്കാണ് പൈസ. ചാവുമ്പോ മനുഷ്യരാരും കൊണ്ടുപോകടെ പൈസ. ചോദിച്ചിട്ട് തരാത്തോണ്ടല്ലേ നൈസ ഊരി എടുത്തത്. പിന്നെ അല്ലാതെ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണ്. വെട്ടിപ്പൂട്ടി അങ്ങ് നടക്കാണ് ഇല്ലാത്ത മോന് വേണ്ടി. എന്നെങ്കിലും ഒരു ദിവസം കഞ്ഞിയിൽ വിഷം കലക്കി കൊടുത്ത് പുല്ലിനെ ഞാൻ കൊല്ലും. എക്സ്ക്യൂസ് മീ. യെസ്. ഇപ്പൊ പറഞ്ഞോന്നൂടി പറയൂ. എന്നെങ്കിലും ഒരു ദിവസം കഞ്ഞിയിൽ വിഷം കലക്കി കൊടുത്ത് പുല്ലിനെ ഞാൻ കൊല്ലും. ചാവുന്ന ആടെ പേരും കൊല്ലുന്ന ആടെ പേരും. ചാവുന്ന ആള് സാവിത്രി, കൊല്ലുന്ന ആള് പപ്പായി. എടാ, ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്ക് കേട്ടോ. എന്നെ കാണാതെ ആയിക്കഴിഞ്ഞാൽ ന്യൂസിൽ കൊടുത്തേരെ. അയ്യോ, നീ ആര്? ജോർജ്. അയ്യോ, ശകലം ഇരുട്ടിയിട്ട് വരുവോ? എന്തുവാ? ടോർച്ച് എന്ന് പറഞ്ഞു. ടോർച്ച് അല്ല, ജോർജ് പ്രശസ്ത കള്ളനാ. ആ പ്രശസ്ത കവി എന്നൊക്കെ പറയണ പോലെ അങ്ങ് അടിച്ചു കയറ്റി വെക്കുകയാണ്. പ്രശസ്ത കള്ളൻ. കള്ളൻ 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 ഇറങ്ങടാ. ഞാൻ കള്ളനാണെങ്കിൽ നീ കൊലപാതകല്ലടാ. ആരെ കൊന്ന്? ഇപ്പൊ അമ്മ നീ കൊല്ലൂന്ന് പറഞ്ഞില്ലേ? ഏതമ്മ? എന്റെ മാമി. എന്റെ മാമി എനിക്ക് ദൈവത്തെ പോലെയാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ദൈവത്തിന് വിഷം കലക്കി കൊടുക്കാൻ പോകുന്നല്ലേടാ. എടാ, ഡിജിറ്റൽ തോൽവി. നീ പറഞ്ഞതല്ല, ഇത് ഡിജിറ്റൽ ആയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തോ വേണം? എടാ, നിനക്കും പൈസ ആവശ്യമുണ്ട്, എനിക്കും പൈസ ആവശ്യമുണ്ട്. എനിക്കൊരു 10 ലക്ഷം രൂപ ഇവിടുന്ന് എടുത്തതാ, ഞാൻ കൊണ്ടുപോക്കോളാം. 10 ലക്ഷം രൂപ? നീ വാടകച്ച് നടക്കണ കാര്യം പറ. ചുമ്മാ 10 ലക്ഷം 24 ന്യൂസ് അല്ലേ? വിളിച്ചു പറയണ്ടേ? എന്ത് വേണേലും ഞാൻ ചെയ്യാം. എനിക്കൊരു 10 ലക്ഷം രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചതാ. മാമി അടുത്ത് പറഞ്ഞ് എങ്ങനെ സെറ്റ് ചെയ്ത് തരാം. മാമി വന്നാ നീ എന്തോ പറയും? ഇത്രയും കള്ളം പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും പറയും. എനിക്കൊരു 10 ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടണം. മാമി പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ മാമി. ഞാനിവിടെ നിന്നപ്പം അവിടെങ്ങാണ്ട് പോണ വഴി ഏതെന്ന് ചോദിച്ചോണ്ട് ഒരുത്തം വന്ന് കേറി. ഈ വന്നോരിക്കും പോണോരിക്കും വഴി പറഞ്ഞു കൊടുക്കാൻ നേരെ മോട്ടുമേല പറഞ്ഞു വിടറാ. മാമി പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങിപ്പോ ഇറങ്ങി പോടാ അങ്ങോട്ട്. ഇറങ്ങി പോകാൻ പറ്റൂല. എനിക്ക് സെറ്റ് ചെയ്ത് തരാന്ന്. ഒരു മിനിറ്റ്.
എന്ത് തെളിവ് നശിച്ചല്ല ഇനി പൊക്കൂടെ നീ അവസരം തരാന്ന് പറഞ്ഞു. പോ പറഞ്ഞു വിട് പപ്പ. പറഞ്ഞു വിട്ടു വാ ആ, അല്ല പിന്നെ. ധൈര്യമായിട്ടിരി. ഒന്നാം തരം ബലൂൺ തരാം. എന്താന്ന്? ഒന്നാം തരം ബലൂൺ തരാ. ഒരു നല്ല പീപ്പി തരാ. ഓടി ഓടി ആ, ഓടി ഓടി ആ, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. ദേ പപ്പ, 10 വയസ്സിൽ വഴക്കിട്ട് പോയ എന്റെ മോൻ വന്നേക്കണ് പപ്പ. ഇപ്പമേ ആരുടെ പറയും ഞാൻ എല്ലാം പോയി. മാമി എന്തിനു മാമി പറഞ്ഞത്? 10 വയസ്സില് വഴക്കിട്ട് പോയ എന്റെ മോൻ. ക്ലാരിഫൈ ചെയ്യട്ടെ. ഡേയ്, ഇങ്ങോട്ട് വാ. 10 വയസ്സിൽ അവരെന്ന് ഓടിപ്പോയ മോൻ നീയാടാ. നീ ഫോൺ അടിച്ച് ഓട്ടി ചെല്ലിയേ. നീ ബാക്കി ഇരുന്നെല്ലാം ഞാൻ പഠിച്ചു. വീഡിയോ മാത്രം എടുത്തല്ല മൊത്തം കിട്ടല്ലേ. നീ ഇവിടുന്ന് ഉടുതുണിയില്ലാതെ ഓടണം ഞാൻ കാണിച്ചു. കാണിക്ക്. മാമി ഒന്നാം തരം ബലൂൺ തരാ. ഈ ബലൂണിന്റെ കാറ്റ് ഞാൻ അഴിച്ചു വിടും. പപ്പ, മാമി മാമി പാട്ട് പലരും പാടും. സിനിമാ പാട്ടാണ്, പലരും കേട്ട് പഠിച്ചു കൊണ്ടുവരും. അതല്ല നമുക്ക് തെളിവ്. മാമിയുടെ ഒറിജിനൽ മോനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി മാമി പണ്ട് അവനെ വിളിക്കണ ചെല്ലപ്പേരുണ്ടല്ലോ, അതവൻ പറയുമോ നോക്ക്. കുഞ്ഞുണ്ണി വന്നത് താല്പര്യമായില്ലെങ്കിൽ കുഞ്ഞുണ്ണി ഇല്ലം വിട്ട് പോവുകയാണ്. കുഞ്ഞുണ്ണീന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഒന്നാം തരം ബലൂൺ തരാ. ഒരു മിനിറ്റ് അതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. വാ. ഈ പേരെങ്ങനെയാടാ കിട്ടിയത്? 3 ദിവസത്തെ ഗ്രൂമിംഗ് ആയിരുന്നു ബാക്കി. അതല്ലേ ആദ്യം പഠിച്ചത്. നിന്റെ വിധിയാണ്, നിന്റെ അവസാനമാണെന്ന്. നല്ല വീട്. മാമി ആ, ചതിയന്മാര് പല വഴിയിലും ഇറങ്ങും. ആണോ? നമുക്കേ തിരിച്ചറിയാൻ പറ്റിയ എന്തെങ്കിലും അടയാളം വല്ലതും ഉണ്ടാ പറ. ആ, ഞാനവന്റെ ചന്തിക്ക് പണ്ട് ചട്ടകം പഠിപ്പിച്ചു വെച്ച പാടുണ്ട്. ഞാൻ നോക്കാം. എവിടെ തള്ളിക്കൊണ്ട് പോണത്? നോക്കണ്ടേ? പണ്ട് പോയ 5ാം ക്ലാസ് അല്ല, അവ ഒരുപാട് വളർന്ന്. ഞാൻ നോക്കാൻ പാട്. മുത്തൂറ്റലോ എന്തുവാ അടയാളം നോക്കിയത്? പിന്നെ അടയാളം നോക്കി ഓട്ടിടാ ഇലക്ഷൻ മൂത്തല്ലേ നിനക്ക്? പാടണ്ടാ? പാടുണ്ട് മാമി, പാടുണ്ട്. അയ്യോ. അതും കൂടെ ക്ലാരിഫൈ ചെയ്യട്ട്. നീ ഇങ്ങോട്ട് വാ. ഈ പാടെങ്ങനെയാടാ ഒപ്പിച്ചത്? പോലീസ് ലാത്തി കടിച്ചത് ഒരു ദിവസം പിടിച്ചപ്പോ. പിന്നല്ല. നീ ഇത്രയും കാലം എവിടെയായിരുന്നു മോനെ? അമ്മ ബോംബെ, ഗുജറാത്ത്, ലോഹ, അങ്ങനെ ഒരുപാട് അലഞ്ഞമ്മ. ഞാൻ ഇത്രയും നാട് നീളെ അലഞ്ഞിട്ട് നിനക്ക് പെണ്ണൊന്നും കിട്ടിയില്ലേ മോനെ? നീ കല്യാണം കഴിച്ചില്ലേ? ഒരുപാട് എണ്ണത്തിന് ഒരുപാട് ആലോചനയ്ക്ക് പോയമ്മ. സ്വത്തും വകയില്ലാത്ത എനിക്ക് ആര് പെണ്ണ് തരുമ്മ? എനിക്ക് അങ്ങനെ ഒന്നുമില്ലമ്മ. എന്റെ മോനെ, നീ ഇവിടെ ഇരിക്കും. ഈ അമ്മയുടെ കാണുന്ന ഈ സ്വത്ത് മുഴുവനും നിനക്കുള്ളതല്ലേ? എനിക്കുള്ളതാണ്. അമ്മ എനിക്ക് എന്തെങ്കിലും തരണേ അമ്മ. വിശക്കുന്നുണ്ട് എന്റെ മോന്. അമ്മ ചായ എടുത്തോണ്ട് ഓക്കെ അമ്മ. ഒന്നാം തരം ബലൂൺ തരാ. ഒരു ഞാൻ ഇപ്പം വെളിയിലാവുന്ന അവസ്ഥയിലാണ്. നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു എനിക്ക് 10 ലക്ഷം രൂപയുടെ സാധനം ഞാൻ ഇവിടെ നിന്ന് പോവാന്ന്. 10 ലക്ഷം രൂപ ഒന്നും നടക്കൂല. എവിടെ നടക്കാത്ത കാര്യം നീ പറ. എടാ അമ്മയുടെ ഈ സ്വർണ്ണം വല്ലതും ഉണ്ടോ? അമ്മയുടെ അതങ്ങ് റൂമിനകത്ത്. അത് ജയിലിന്റെ അകത്തൊന്നുമല്ല, റൂമിന്റെ അകത്തല്ലേ. ഒരു 10 പവന്റെ സ്വർണ്ണം എടുത്തോണ്ട് വാ. മാല കിട്ടിക്കഴിഞ്ഞാൽ വലിയ മാല കിട്ടിയ ഞാൻ വാക്ക് സത്യമായിട്ട് ഞാൻ മാല കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇവിടുന്ന് പൊക്കോളാന്ന്. ബലൂണും പാടി നിക്കല്ലേ തള്ളേ പോലെ. കൊണ്ടുപോയി ഒന്നാം തരം ബലൂൺ തരാ. ഇതുകൊണ്ട് ഞാൻ കുറെ പിടിച്ചിരിക്കും. അമ്മ ഇങ്ങോട്ട് വന്നേ. സത്യം പറഞ്ഞ ദൈവമായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്താ മോനെ? ആ പോയ ദേവനമ്മ അത്. അയ്യോ, അങ്ങനെ പറയില്ലേ. തലക്കുമൂത്തവർ അങ്ങനെ പറയില്ല. അതാണ് പപ്പമ്മാമൻ. പപ്പമ്മാമേ അമ്മ അവൻ കുറച്ചു മുമ്പ് പറയണ ഞാൻ കേട്ട്. അമ്മയെ കൊന്നിട്ട് അമ്മയുടെ മാലയും സ്വർണ്ണമൊക്കെ കൊണ്ടുപോണോന്ന്. അവൻ അങ്ങനെ പറയില്ല. 10-20 കൊല്ലം കൊണ്ട് എന്റെ കൂടെ ഇവിടെ നിക്കണേ. അമ്മ ഈ ലോകത്തൊന്നുമല്ല. ഈ ബന്ധുക്കളാണ് കൂടെ ചമഞ്ഞ് നിന്നിട്ട് അവര് നമ്മുടെ വിരലൊക്കെ മുറിച്ചോണ്ട് പോയി പ്രമാണത്തിലൊക്കെ ഒപ്പിടും. നമ്മുടെ വിരലുണ്ടോ നോക്ക്. ഇല്ല. വിരലില്ലേ? വിരലുണ്ട്. അതല്ല എന്റെ മോതിരമില്ല. സംശയിക്കണ്ട. മോതിരം ഉണ്ടെങ്കിൽ അത് അവ എടുത്തു കാണും. ഉറപ്പായിട്ട് എടുത്തു കാണും. അമ്മ വരുമ്പോ നോക്കണം കേട്ടോ. അവന്റെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ചായ കുടിക്ക്. കുഞ്ഞുണ്ണി ഇങ്ങോട്ട് വാ. ഞാൻ ശകലം ലാളിക്കെട്ട്. എനിക്ക് ശകലം കൊഞ്ചിക്കാണ്ട്. ഇങ്ങോട്ട് വാ. മാല കൊണ്ടുവന്നിട്ടുണ്ട്. മാല കൊണ്ടുവന്നോ? ഇത് വഴി മതിൽ ചാടി പൊക്കോളാം പൊക്കണം. അമ്മ കാണാതെ ഇങ്ങ് തരണം കേട്ടോ. അടിച്ചു മാറ്റി പാട. എനിക്ക് ഇത് 10-15 ലക്ഷം രൂപ സാധനം ഉണ്ടല്ലോ. ഞാൻ തൂക്കി നോക്കിയില്ല. കിട്ടിയത് അമ്മ കാണല്. അമ്മ കാണല്. അവര് കാണാതെ എടുത്തോളേ. എന്താ മോനെ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? കൊണ്ട് ഇരിക്കുന്നുണ്ടോ? പപ്പാ, പപ്പാ. അയ്യോ, മാല, മാല. എന്ത് പപ്പാ ഇത്? മാല കെട്ടെടുത്തേക്കണ നീ? ഇവൻ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞെടുക്കാനായിട്ട് നിനക്കല്ലേ ഇതിരിക്കണ സ്ഥലമൊക്കെ അറിയുള്ളൂ. മാമി ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. എന്റെ മോതിരം എവിടെയാടാ? മോതിരോ? എന്റെ കയ്യിൽ കിടന്ന മോതിരം 3.5 പവനുണ്ട്. ദൈവത്തിനാണ് കാപ്പവൻ തകച്ചില്ല ഈ സാമാനത്തിന്. നോക്കിയാണ് എവിടെ വേണേ കൊണ്ട് ഇപ്പൊ കടയിൽ വേണേ കൊണ്ട് തൂക്കി.
താടാ മോതിരം താടാ. അമ്മ എന്തേലും ഒരു തീരുമാനം ഇപ്പൊ എടുക്കണമ്മ. ആ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വരും. പോലീസിനെ വിളിക്കരുത്. ഞാൻ കാല് ഞാൻ വിളിക്കും പോലീസിനെ വിളിക്കുന്നല്ലേ. പോലീസിനെ വിളി. പോലീസ് വരട്ടെ. പോലീസ് വരട്ടെ. കള്ളനാര് നല്ലവനാരെന്ന് പോലീസ് വന്നിട്ട് കണ്ടുപിടിയാ. നിന്റെ വായിക്കാത്ത എന്താ പൂച്ച വെച്ച് കിടക്കണം. വിളിയടാ പോലീസിനെ. അമ്മ വിളി. അവൻ ഒരു നാണവും മാനവും ഇല്ലാത്തവൻ. അവൻ പോലീസിനെ വിളിക്കാൻ പറയും. നമ്മുടെ ഇല്ലിക്കൽ തറവാടിന്റെ മാനം കാറ്റത്ത് പറക്കൂലേ പോലീസ് വന്നാ. നമ്മളെ തറവാടിന്റെ പേര് അതല്ല. അതാണോ ഇപ്പോഴത്തെ പ്രധാന കാര്യം? അതല്ല. ഇവൻ എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കണോ അമ്മ? എന്തേലും ചെയ്യണം. അമ്മ ഇതിനൊരു പരിഹാരം കാര്യം ചെയ്. കെട്ടുങ്ങടുത്ത് ഇറങ്ങിക്കോ അങ്ങോട്ട്. വിശ്വാസം ഇല്ലാത്തടത്ത് പപ്പ നിക്കില്ല. പൊക്കോ. ആരെ പട്ടിയൊന്നുമല്ല. പിന്നെ അമ്മ എന്തോ പരിപാടി കാണിച്ചത്? അവൻ പോട്ടെ. ഒന്നാമത്തെ മാനസിക നിലനിരിക്കുന്ന ഒരാൾ അയാളത്തൊക്കെ ഇറങ്ങി പോകുന്നൊക്കെ പറയാൻ വല്ലയിടത്തും പോയി ചത്താലോ? ആർക്ക് മാനസിക നില? പുള്ളിക്ക് മാനസിക നില തെറ്റി നടക്കുവാണ്. കുറച്ചു മുമ്പ് പറയുന്നത് ഞാൻ മോനല്ല അമ്മയുടെ, ഞാൻ വലിയ കള്ളനാണ്, എന്തോ വീഡിയോ ഷൂട്ട് ചെയ്തു. അതെല്ലാം പോട്ട് അമ്മ ഏതോ ദുരോത്തി മദാമ്മയുടെ വീട്ടിൽ ജോലിക്ക് ഇന്ന് അവരെ കൊന്നിട്ടാണ് ഈ സ്വത്തും വകയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞമ്മ. എന്തോ ചെറു മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അടുത്ത അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞത്. തള്ളേൻ ഡ്യൂപ്ലിക്കേറ്റ് മോനും കൂടെ ഒരു കാര്യം അറിയാം. നോക്കടാ, ഇതിനകത്ത് വല്ലതും ഉണ്ടാ നോക്ക്. പപ്പം പോകണം. പപ്പന്റെ നിക്കറ ഉടുപ്പും മിനിയനും അല്ല ഇതിനകത്ത് ഒരു സാമാനം ഇല്ല. കണ്ടാ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ കാര്യം കേട്ട് നിങ്ങൾ ഞെട്ടും. എന്ത് പറയട്ടാ? മാമി, ഈ നിക്കണത് മാമിയുടെ മോനല്ല. ഈ നിക്കണത് പെരുങ്കള്ളനാണ്. മാമി അലമാരയുടെ ബാക്കിൽ മോട്ടിക്കാൻ വേണ്ടി കയറി നിന്നിട്ട് നിന്റെ വീഡിയോ എടുത്ത് ടിവിയിൽ കാണിക്കൂന്ന് പറഞ്ഞു അല്ലേ? മാമിക്ക് എങ്ങനെ മനസ്സിലായത്? പപ്പ ഇപ്പൊ നിനക്ക് ഷോക്ക് അടിച്ചാ തീരാവുന്ന പ്രശ്നമുള്ളൂ. നിനക്ക് എന്തോ മാനസിക കുഴപ്പമുണ്ടെന്നൊക്കെ കൊച്ചു പറഞ്ഞു. നമുക്ക് ആശുപത്രി പോവാം. ചെറുതായിട്ടൊരു ഇത് വരുന്നതാ. ഇവിടെ ചെറുതായിട്ട് മെന്റലായിട്ട് എങ്ങനെയൊക്കെ ചൂട് തലേ കയറി ഇല്ല. നിങ്ങൾക്ക് പ്രാന്തുണ്ട്. ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കാണ്ടാണ് ഇവിടെ. എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല. ഉണ്ട് ചെറുതായിട്ടുണ്ട്. അമ്മ ഞാൻ കാണിക്കട്ടെ. ജോലി വല്ലതും ചെയ്യാറുണ്ടോ? ഇവൻ പണിയൊക്കെ എടുക്കും, കുഴപ്പമില്ല. കരിയിലെ കുട്ടി എന്തെങ്കിലും ചെയ്യാൻ കരിയിലേക്ക് കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിക്കും. അപ്പൊ അതിന്റെ കൂടെ അവൻ കഞ്ചാവും വലിച്ചിട്ടുണ്ട്. ഇത് മെന്റലൊന്നും അല്ല, ഇവൻ കഞ്ചാവാണ്. കഞ്ചാവ് വലിക്കത്തില്ലടാ നീ. നിന്റെ അച്ഛനാണ്. അമ്മ അച്ഛനും അമ്മ ഇനി ഒന്നും നോക്കണ്ട. എഴുന്നേക്കടാ. എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച് ഡി-അഡിക്ഷൻ സെന്ററിൽ ഇവനെ കൊണ്ടുപോകണം. അതിനുശേഷം ഞാനും എന്റെ അമ്മയും മാത്രം ഇവിടെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുന്നു. അടിച്ചു പൊളിക്കാൻ പറഞ്ഞാണ് എന്റെ ചെവിക്കലിന് അടിച്ചേക്കുന്നത്. സ്വന്തം മോനെയാണോ അമ്മ ചെവിക്കലിന് ഇങ്ങനെ അടിക്കുന്നത്? സ്വന്തം മോൻ ഞാൻ ആര് പറഞ്ഞു? എടാ, ഒരു പെറ്റകളൊക്കെ സ്വന്തം മക്കളെ കണ്ടാ തിരിച്ചറിയാൻ പറ്റും, അറിയാമോ? അപ്പൊ ഇവിടെ ചോറ് കൂട്ടിയതും പാട്ട് പാടിയതൊക്കെയോ? അയ്യോ, അതൊക്കെ നീ എവിടം വരെ പോയി തുള്ളൂന്ന് അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചു കൂട്ടിയതല്ലേ. ആണോ? അപ്പൊ ഞാൻ കണ്ണനാണെന്ന് മനസ്സിലായ? ആ, മനസ്സിലായി. അല്ല, കാരണവന്മാരായിട്ടോ എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇങ്ങനെ കട്ടും മോട്ടിച്ചും വല്ല നിന്നൊക്കെ ജീവിക്കുന്നു. നീ ഇനി കക്കാനും മോട്ടിക്കാനും ഒന്നും പോകണ്ട. നിനക്ക് നല്ലൊരു ജോലി വന്നതെന്ന് ചെയ്യാൻ പറ്റുമോ? എവിടെ? ഇവിടെ, ഈ വീട്ടില്. ഇവിടെയോ? എടാ, മാമി പറഞ്ഞ മനസ്സിലായില്ലേ? എടാ, ഞാൻ പണ്ട് മാമിയുടെ കൂടെ എർത്തായിട്ട് ഇവിടെ കൂടിയില്ലേ? അതുപോലെ മാന്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെങ്കിൽ നിനക്കൊരു ജോലി തരാന്ന് മാമി. ഞാനൊരു മുഴുത്ത കള്ളനല്ലേ? നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നേ? എടാ, നിങ്ങൾ രണ്ട് പെരുങ്കള്ളന്മാരുടെ ഇടക്ക് ഞാൻ ഇങ്ങനെ നിന്ന് ഞാൻ സേഫ് അല്ലേ? വേറെ ഏത് കള്ളം വന്ന് എന്നെ പിടിച്ചോണ്ട് പോകാൻ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു 4 പേർ കൂടി ജോലി കൊടുക്കണം. അതാർക്കൊക്കെ? തട്ടും പുറത്ത് എന്റെ ഭാര്യയും 3 മക്കളുണ്ട്. അവരെയും കൂടി ഇങ്ങോട്ട് വിളിക്കണ്ട. കൂട്ടത്തോടെ കൊണ്ടുവന്നാടാ. കുടുംബത്തോടെയുള്ള മോഷണമാണ് മാമി. ഓ, അമ്പട കള്ള.